ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. പാകിസ്ഥാനിൽ പുതിയ രാജ്യം ഉണ്ടാകുമെന്ന് കുറെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഖൈബർ പഖ്തൂൺഖ മേഖലയിലാണോ അതോ ഇനിയിപ്പോ ബലൂചിസ്ഥാനിലാണോ എന്നൊരു ചോദ്യമാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യം ഏഷ്യയിൽ ഇനി ഉണ്ടാവാൻ പോകുന്നൊരു രാജ്യം ബലൂചിസ്ഥാൻ എന്ന ഒരു രാജ്യം തന്നെയായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ ഗുരുതരമുള്ള പ്രശ്നങ്ങളാണ്. മിലിറ്ററിയും അവിടെയുള്ള ബലൂച്ച് വിമോചന സഖ്യങ്ങളും സേനകളും ഒക്കെ തമ്മിൽ വലിയ പോരാട്ടം പല മേഖലകളിലും നടക്കുന്നുണ്ട്. നിരവധി പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 18ഓളം പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു, 20ഓളം സായുധ സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ ബലൂജിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാന്റെ പിന്തുണയുണ്ട്. പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ ഇതിന്റെ എല്ലാം പുറകിൽ നിന്ന് കളിക്കുകയാണ്. ഇന്ത്യയാണ് ബലോച്ച് വിമോചന സേനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണോ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് അതുപോലെ പാകിസ്ഥാനെ വീണ്ടും പിളർത്തി ഒരു രാജ്യം ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ആരോപണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ബലൂചിസ്ഥാന്റെ ഒരു ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് ഈ ബലൂച്ച് പ്രവിശ്യ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനും പല പല പ്രിൻസ്ലി സ്റ്റേറ്റ്സ് തന്നെ ആയിരുന്നു. ഇന്നീ കാണുന്ന പോലെ വലിയൊരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദ കാലറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കാലറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണാധികാരി ഭരിച്ചിരുന്ന ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്തിന് ബ്രിട്ടീഷുകാരുമായിട്ടൊരു ട്രീറ്റി ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ട്രീറ്റി ഉണ്ടായിരുന്നു, ഒരു സെമി ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ഈ ഒരു രാജ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം നേടുന്നു. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഇന്ത്യയുടെ കൂടെ പോകണം എന്നുള്ളതിന് ഇന്ത്യയുടെ കൂടെ പോകാം, പാകിസ്ഥാന്റെ കൂടെ പോകണം എന്നുള്ളതിന് പാകിസ്ഥാന്റെ കൂടെ പോകാം. മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശങ്ങൾ ഇന്ത്യയുടെ കൂടെയും മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ കൂടെയും അങ്ങനെയായിരുന്നു ധാരണയുണ്ടായിരുന്നത്. അതനുസരിച്ച് ഈ ഓരോ പ്രദേശങ്ങളും ഓരോ ഭാഗത്തായിട്ട് പോകുന്നു. അപ്പോൾ ഈ പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്ന സെമി ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ദ കാലർ സ്റ്റേറ്റ് തീരുമാനിച്ചത് ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമാവുന്നില്ല, ഇന്ത്യയുടെ ഭാഗമാവുന്നില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ കാലറ്റ് നാഷണൽ അസംബ്ലിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടുകൾ ചെയ്യപ്പെടുന്നു. അങ്ങനെ സ്വതന്ത്ര രാജ്യമാകാൻ അവിടെ തീരുമാനമെടുക്കുന്നു. ബലൂച്ച് ലീഡേഴ്സ് എല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യുന്നതിനെ എല്ലാവരും എതിർക്കുന്നു. ബ്രിട്ടീഷുകാർക്കും അത് വലിയ കുഴപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ 1948 ആയപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. 48 ആവുന്ന സമയത്ത് പാകിസ്ഥാൻ ആദ്യം അവരുടെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ഈ അവിടത്തെ കാലറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ഖാനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് പാകിസ്ഥാനിൽ ചേരൂ, പാകിസ്ഥാനിൽ ചേർന്നേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ അദ്ദേഹം അതിനെ എതിർക്കുന്നു. ഈ സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 1948 മാർച്ച് 27 പാകിസ്ഥാന്റെ മിലിറ്ററിയെ ഇവിടേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ മിലിറ്ററിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഖാൻ എന്ന് പറയുന്ന കലട്ട് സ്റ്റേറ്റിന്റെ ഭരണാധികാരിയെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭാഗമാക്കി തന്റെ രാജ്യത്തെ മാറ്റാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്സിൽ ഒപ്പുവെപ്പിക്കുകയാണ് നിർബന്ധമായിട്ട്. അങ്ങനെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യാണ്, ബലൂചിസ്ഥാനെ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കുകയാണ്. സോ അന്ന് തൊട്ട് ബലൂജിലെ ഒരു വലിയ വിഭാഗം ജനത ഇതിനെതിരെ പോരാടുകയാണ്. അപ്പോൾ ഈ പോരാട്ടത്തെ തീവ്രവാദം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ തീരുമാനമെടുക്കേണ്ടത്, രാജാവ് ഭരിക്കുന്ന രാജ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് രാജാവാണ്. കാരണം ഭരണാധികാരി എന്ന് പറയുന്നത് രാജാവാണ്. അപ്പൊ രാജാവ് എടുക്കുന്ന തീരുമാനം സ്വമേധയാ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ജനങ്ങളിൽ കുറെ പേര് അതിനെ എതിർത്താലും ആ എതിർപ്പിന് അവിടെ പ്രസക്തിയില്ല. രാജാവിന്റെ തീരുമാനമാണ്. രാജഭരണകാലത്ത് അങ്ങനെയാണ്, രാജാവ് തന്നെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യത്തെ ജനങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഈ പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുപോലെ ജനാധിപത്യം പോലെ അല്ല ഈ പറയുന്ന രാജഭരണം എന്ന് പറയുന്നത്. രാജാവാണ് അന്തിമ തീരുമാനം. ഇവിടെ രാജാവിനെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു ധാരണയിൽ ഒപ്പുവെപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബലൂജിന്റെ തീരുമാനമല്ല, ഇത് പിടിച്ചെടുക്കലാണ്. ഇത് സ്വമേധയാൽ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു രീതിയല്ല. പിന്നെ ജനങ്ങളുടെ അഭിപ്രായവും അവിടെ പരിഗണിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ജനത എന്ത് ചെയ്യണം, അന്ന് തൊട്ട് പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. 1958, 59, 63, 69 ഇത് ഇങ്ങനെ 2004 മുതൽ പുതിയ ഒരു
പോരാട്ടത്തിന് അവർ തുടക്കമിടുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പാക് സൈന്യവുമായിട്ടും ഈ പറയുന്ന വിമോചന സേനയിൽപ്പെടുന്ന ആൾക്കാരുമായിട്ടും പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടാവുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ പാകിസ്ഥാൻ നിരന്തരമായി ഇടപെടുകയും ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അനധികൃതമായിട്ട് ഇടപെടുകയും ചെയ്യുന്നതോടെ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നതാണ് ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം. ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ വിഷയവും ബലൂച്ച് വിഷയവും ഒരുപോലെയല്ല. ജമ്മു കാശ്മീരിന്റെ കേസിൽ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടായ സമയത്ത് ഭരണകൂടവും രാജാവും ഇന്ത്യയിൽ അഭയം തേടുകയാണ്. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ടാണ് വന്നത്, നമ്മൾ അങ്ങോട്ട് പോയി പിടിച്ചെടുത്തതല്ല. അതുകൊണ്ട് കാശ്മീരിന്റെ കാര്യത്തിൽ ഇത് നിലനിൽക്കില്ല. അപ്പൊ നമ്മുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷേ കാശ്മീരിന്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. കാശ്മീരിലെ രാജാവ് സ്വയം തീരുമാനിച്ച് ഇന്ത്യയുടെ ഭാഗമായതാണ്. പക്ഷെ അപ്പോഴേക്കും പാകിസ്ഥാൻ കുറെ ഭാഗങ്ങൾ എന്ത് ചെയ്തു, പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. ബലൂജിന്റെ കേസിൽ ഓൾറെഡി ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അതൊരു സെമി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു. അപ്പൊ ആ രാജാവിന്റെ അനുവാദം ഇല്ലാതെയാണ് അതിനെ പിടിച്ചെടുക്കുന്നത്. മാത്രമല്ല ബലൂജ് ഒരിക്കലും ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ കിടന്ന ഒരു പ്രദേശമല്ല. ഇപ്പൊ നമ്മൾ ഹൈദരാബാദ് ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ആയിരുന്നില്ല ഈ പറയുന്ന ബലൂജ്. അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ആ പ്രദേശത്തെയാണ് പാകിസ്ഥാൻ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ, വലിയ വിഭാഗം ജനങ്ങൾ അതിനെതിരായിരുന്നു. അപ്പൊ അവരിന്നും പോരാട്ടം നടത്തുന്നു. ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ധാരാളം ബലൂജുകൾ അവിടെയുണ്ട്. പാക് പട്ടാളത്തിനെ അവർ പലയിടങ്ങളിലും പരാജയപ്പെടുത്തുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ത്യയാണ് ചെയ്യുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോക്ക് ഇതിൽ പങ്കുണ്ട് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു. കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ബലൂച്ച് മേഖല വളരെ സംഘർഷഭരിതമാണ്. ഒരുപക്ഷെ ഒരു പുതിയ രാജ്യം അവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനും ഇറാനും ഇക്കാര്യത്തിൽ ബലൂച്ച് ജനതയ്ക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ സഹായം ഇറാനും അഫ്ഗാനിസ്ഥാനും സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ആരോപണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ ചിലപ്പോൾ ഇടപെടുന്നുണ്ടാകാം. ഒരു ബംഗ്ലാദേശ് മോഡൽ ഒരു രാജ്യം ചിലപ്പോൾ വീണ്ടും പാകിസ്ഥാനെ പിളർത്തിക്കൊണ്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അനാവശ്യമായിട്ട് ഇന്ത്യയുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പാകിസ്ഥാന് തന്നെ വിനയാകുമെന്നാണ് തോന്നുന്നത്. ബലൂച്ച് ഒരു സ്വതന്ത്ര രാജ്യമാവുകയാണെങ്കിൽ സിന്ധ് സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കും. ഖൈബർ പഖ്തൂൺഖ്വ മേഖല ഓൾറെഡി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഒടുവിൽ പഞ്ചാബ് മാത്രമുള്ള ഒരു റീജിയനായിട്ട്, ഒരു രാജ്യമായിട്ട് പാകിസ്ഥാന് മാറേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.